പുണ്യങ്ങളുടെ പൂക്കാലമായ റംസാനെ വരവേൽക്കാൻ ഒരുങ്ങി ഇസ്ലാം മത വിശ്വാസികൾ. രാപ്പകൽ പ്രാർത്ഥനകളിൽ മുഴുകിയും ദാനധർമ്മങ്ങളാലും റംസാന്റെ പുണ്യം നുകരാനുള്ള തിരക്കിലായിരിക്കും ഇനി മുതൽ വിശ്വാസികൾ. വ്രതചൈതന്യത്തിന്റെ നാളുകളാണ് സമാഗതമായിരിക്കുന്നത്. മിക്ക പള്ളികളിലും തറാവീഹ് നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കിയ ഇമാമുമാരെ നിയോഗിച്ചിട്ടുണ്ട്. ലുഹർ നമസ്കാരാനന്തരം ദിവസവും പള്ളികളിൽ പ്രഭാഷണങ്ങളും ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഏതാണ്ട് എല്ലാ പള്ളികളിലും നോമ്പു തുറക്കുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ الشمس والقمر بحسبان والنجم والشجر يسجدان. പ്രത്യേക പ്രഭാഷണ സദസ്സുകളും പള്ളികൾ കേന്ദ്രീകരിച്ച് നടക്കും. മുസ്ലിം വീടുകളിലും തകൃതിയായ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. മുസ്ലിം സംഘടനകളും പാർട്ടികളും റിലീഫ് പ്രവർത്തനങ്ങൾക്കാണ് ശ്രദ്ധ കൊടുക്കുന്നത്. ഇവയ്ക്ക് പുറമെ മഹല്ല് കമ്മിറ്റികളുടെ നേതൃത്വത്തിലും റിലീഫ് പ്രവർത്തനങ്ങളുണ്ട്. ദാനധർമ്മങ്ങൾ അധികരിപ്പിച്ചും കഷ്ടപ്പെടുന്നവരെ ചേർത്ത് പിടിച്ചും സർവശക്തനിലേക്ക് കൂടുതൽ അടുക്കാൻ വിശ്വാസികൾ ശ്രമിക്കണമെന്ന് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞു. പരിശുദ്ധ റംസാൻ ആശംസകൾ. രാജ്യങ്ങളും സമൂഹവും സമുദായവും കുടുംബവും നാടും എല്ലാം നന്നാവാൻ ആദ്യം വ്യക്തി നന്നാവുകയാണ് വേണ്ടത്. വ്യക്തി ശുദ്ധീകരണം, അതിൻ്റെ മനസ്സ് സർവ്വ പാപങ്ങളിൽ നിന്നും കഴുകിക്കളഞ്ഞ് ആരോടും വിദ്വേഷവും വൈരാഗ്യവും ഉണ്ടാവില്ല, ഒരനീതിയും അക്രമവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഞാൻ എല്ലാവരെയും ചേർത്ത് പിടിക്കും, എല്ലാവരോടും ഒത്തൊരുമയോടെ കൂട്ടായ്മയോടെ ജീവിക്കും. സഹജീവികൾക്ക് വെള്ളവും ഭക്ഷ്യവസ്തുക്കളും ആവശ്യമായ സംരക്ഷണങ്ങളും നൽകി ഈ നാടിൻ്റെ സംരക്ഷകനായി ജീവിക്കും. നാടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സർവസ്വം സമർപ്പിക്കും എന്ന പ്രാർത്ഥന അധിഷ്ഠിതമായി സൃഷ്ടാവായ റബ്ബിന് വിനയാന്വിതനായി സർവസ്വം സമർപ്പിച്ച് കഴിയുക എന്നതാണ് പരിശുദ്ധമായ റമദാനിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. എല്ലാവർക്കും റമദാൻ ആശംസകൾ. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തനത്താണി. മാറുന്ന ലോകം, മാറ്റത്തിനൊപ്പം.